നിങ്ങളുടെ വീട്ടിലൊരു മൈക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പാട്ടുകളോ അല്ലെങ്കിൽ ഡബ്ബിങ്സൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടാ എന്ന് പലരുടെയും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? പിന്നെ എന്തുകൊണ്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങൾ പോകണം? അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അക്വസ്റ്റിക്കലി ട്രീറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ചെയ്തതായിരിക്കും. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിംഗ് ബൂത്തിലെ സൗണ്ട് പുറത്തു പോവുകയോ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ട് ഉള്ളിലേക്ക് വരികയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ടുള്ള നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു സൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും. ഒരു റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൈക്കും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിയാംസും. പല സ്റ്റുഡിയോസിൽ യൂസ് ചെയ്യുന്ന മൈക്കുകൾ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രിയാംസ് എന്ന് പറയുന്നത് ലക്ഷങ്ങൾ വിലയുള്ളതായിരിക്കും. ആ പ്രിയാമ്പിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് മിക്സിംഗ് മാസ്റ്ററിംഗ് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.